ഇന്ന് ചെറിയ ഡെയിൻമേലൊക്കെ കാണാൻ കഴിയും. ഭയങ്കര മഴയാണ്, പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല. വീട്ടിൽ തന്നെ ആയിരിക്കും. എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ എടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ എണീറ്റതേ ഉള്ളൂ ഗൈസ്. 8:30 ആവുന്നുണ്ട്. നേരെ പോയി നമുക്ക് ഇനി പല്ല് തേക്കാം ഗൈസ്. അപ്പം വെട്ടം കുറവാണ് ഗൈസ്. അപ്പം പല്ലൊക്കെ തേച്ച് നമ്മൾ ഇനി അപ്പുറത്തോട്ട് പോകാൻ ഗൈസ്. ഇവിടെയൊക്കെ അവിടെ ഇവിടെ നിന്നൊക്കെ വെള്ളം വീഴുന്നുണ്ട്. നമ്മുടെ അടുക്കള ഭയങ്കര ശോചനീയ അവസ്ഥയിലാണ് ഗൈസ്. നമ്മളപ്പുറത്തെ അടുക്കളയാണല്ലോ ഫുഡൊക്കെ ഉണ്ടാക്കുക. അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ കണ്ടിന്യൂസ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തുടങ്ങിയ മഴയാണ്, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താകുമെന്ന് അറിയത്തില്ല ഗൈസ്. നമുക്ക് വേറെ നോക്കാം. അപ്പൊ ഗൈസ് രാവിലെ തന്നെ ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഇതാണ് രാവിലത്തെ അവസ്ഥ. നമ്മുടെ കണ്ടമൊക്കെ നിറഞ്ഞ് വീടിന്റെ മുറ്റത്തോട്ടല്ല, അതായത് മുറ്റത്തോട്ട് വെള്ളം കയറാറായി നിൽക്കുകയായിരുന്നു. ഭയങ്കര മഴയായിരുന്നു. ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്ക് ഇതേ അമ്മയും മാമനും കൂടെ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. നമ്മുടെ പണി ചെയ്ത ആ ഒരു തടിയുടെ പൊടിയൊക്കെ അമ്മ വാരിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ പോയി കണ്ടത്തിനകത്തോട്ട് വെള്ളം നിറഞ്ഞു നോക്കി. ഇതേ കണ്ടം നിറഞ്ഞ് മുറ്റത്തോട്ട് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു ശരാശരി ആലപ്പുഴക്കാരന്റെ അവസ്ഥ ഇതാണ് ഗൈസ്. ഞാൻ ഇതിന്റെ ഇടയ്ക്കൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഭയങ്കര മഴയുടെ സൗണ്ട് ആയതുകൊണ്ട് ആ ഒരു സൗണ്ട് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഗൈസ് നിങ്ങൾ ഞങ്ങളുടെ വീടിന്റെ അവസ്ഥ കണ്ടോ ഗൈസ്? നിങ്ങൾ പെട്ടെന്ന് എന്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് കുറച്ച് വ്യൂസ് ഉണ്ടാക്കി തരൂ ഗൈസ്. ഗൈസ് നമ്മുടെ വീടിന്റെ അവസ്ഥ ഭയങ്കര ശോചനീയമായ അവസ്ഥയാണ്. നമ്മുടെ അടുക്കളയിൽ നിന്നാണ്. വീടൊക്കെ വേണ്ട, ഞങ്ങൾക്ക് വീടൊക്കെ ഉണ്ട്, പക്ഷേ ഇതാണ് വീട് അടുക്കളയിലെ അവസ്ഥ. ഫുൾ വെള്ളമാണ് ഗൈസ്. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് വീട് പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് ഈ അടുക്കള മാത്രമാണ് ഒരേ ഒരു ആശ്രയം ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. ഇത് ഫുൾ ചോർന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓരോരോ പാത്രങ്ങൾ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുവാണ് ചോർച്ചയ്ക്ക് വേണ്ടി. നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും. നമുക്ക് ഒരു സാധനങ്ങൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള സ്ഥലം നമുക്ക് ഇല്ലാത്തത് കൊണ്ട് ഇതിലിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് മഴ നിങ്ങളെ ബാധിക്കുന്നത്? നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം. ഞാൻ ഇവിടെ നിന്ന് വെള്ളോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടം നിറയുന്നുണ്ടോ ഇല്ലേന്നൊക്കെ. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോസിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ ഭയങ്കര സൗണ്ട് ആയതുകൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത്. അമ്മ ഇവിടെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മഴയാണെങ്കിലും വെള്ളം ചോരുന്നുണ്ടെങ്കിലും നമുക്ക് ഫുഡ് കഴിച്ചല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ മഴയുള്ള ദിവസത്തെ അല്ലെങ്കിൽ കാലവർഷം വരുമ്പോഴൊക്കെ നമ്മുടെ അവസ്ഥ. നിങ്ങളുടെ എന്താണ്? നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്ത് പറയണം. അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.